എന്തൊരു എന്ത് അവന്റെ 20 രൂപ വാങ്ങിച്ചത് പോവാം. നാളെ തന്നെ എഴുതി കൊടുക്കണം. എന്താണ് രാത്രി തുടങ്ങിയിട്ട് പഴയ കാലമാവുന്നിട്ട് ഇവിടെ തോന്നില്ലേ? എന്തായാലും മഴ പെയ്യാന്നിട്ട് ഈ പറയത്തും തോന്നുന്നു. എന്താണ് പ്രശ്നം? ആരറിഞ്ഞമ്മ? അമ്മ അത് എറിയണതല്ല, അത് കൊച്ചങ്ങ അല്ലെങ്കില് അയണിച്ചക്കയുടെ കുരു വന്ന് വീണേണ്. അയണിച്ചക്കയുടെ കുരു വന്ന് വീണത് ദാണ്ടാ ഈ വീണ സൗണ്ട് അല്ലേ? അത് അയണിച്ചക്കയുടെ കുരു വന്ന് വീണേ അമ്മ. എന്താടാ കോള് വരുന്നാ? അച്ഛൻ നോക്കിക്കോളും. അത് അയണിച്ചക്കയുടെ കുരു വന്ന് വീണതമ്മ. ഓ അയണിച്ചക്കയില്ലേ, അയണിച്ചക്ക അത് തിന്നിട്ട് കാക്കയോ ഔവാലൊക്കെ തിന്നിട്ട് അതിന്റെ കുരു വന്ന് ഷീറ്റിന്റെ മേളിൽ വീണ സൗണ്ടാണ് ഈ കേക്കണത്. അല്ലമ്മ, ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാ? എത്ര മുറി വേണം? അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഒരു തരത്തിലല്ലേ എന്റെ അമ്മ ശല്യം. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നി എന്റെ കൂടെ ചോദിക്കണം. ഇതെന്റെ കൂടെ ചോദിക്കയൂല്ല. കിടന്നുറങ്ങണ്. കട്ടിലല്ലേ, ഇപ്പൊ തറയിലല്ലേ കിടക്കോളൂ. അലച്ചത് ഷീറ്റില് അയണിക്കുരു വീണേന്. അയണിക്കുരു വീണേന് ലൈറ്റ് നോക്കളെ കല്ലെടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞ്. അത് ഇടണ്ട, അവർക്ക് പേടിയാണ്. ഫാൻ ഇടുന്ന അവർക്ക് പേടിയാണ്, ഇടണ്ട. അത് തന്നെ. മറ്റേ ലൈറ്റ് ഇട കണ്ണാ. ഞാൻ ഇവിടെ ഇരിക്കണോ? കട്ടിലിൽ കിടക്കൂലേ ഇപ്പം? ഓ വീഴൂല വീഴൂലെന്ന് പറഞ്ഞാലും കേക്കണില്ലേ? കിടക്കൂല. എന്താടാ എനിക്കൂടെ കാണിച്ച? അൻഡ്രി അത് നോക്കട്ടെ. അവിടെ അച്ഛൻ കാണിച്ചു വിടും, ഞാൻ കണ്ടില്ല ഫോട്ടോ. കിട്ടിയില്ല. ബാക്കി ഇങ്ങോട്ട് കിട്ടും. സുധീഷ്ണാന്ന് വിളി. നന്ദൂസേ ഒരു അഗ്രസീവായി നിൽക്കുമ്പോഴാണ് നന്ദൂസെ കളിക്കാൻ നടക്കുന്നത്. എന്തരമ്മ
ചെറുക്കാ ഇതിപ്പോ എന്താണ് ഇപ്പൊ പ്രശ്നം? 2 ദിവസം കൊണ്ട് പ്രശ്നമാണല്ലോ. ആ ഇതാണ് ഈ വീട്ടില് ആരെയും ഞാൻ കേട്ടാത്തത്. ഇപ്പൊ മനസ്സിലായ? നിങ്ങള് ഈ വഴിയെ കാണുന്നവരേലും പോണവരേലും ബുധനാഴ്ച വരോ വ്യാഴാഴ്ച വരോ എന്ന് ചോദിക്കും. എന്നിട്ട് ആരെങ്കിലും വന്നു കഴിയുമ്പോ ഇപ്പൊ ഇന്നലെ മാമി വന്ന് പോയതും ഇന്നലെ മൂത്തേട്ടൻ വന്നതിന്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. മൂത്തേട്ടനെ ഇതാ പിന്നെ മൂത്തേട്ടനല്ലേ അങ്ങനെ വന്നിട്ട് പോയതിന്റെ കുഴപ്പമില്ല ഈ കാണുന്നത്. ആരെങ്കിലും വന്നിട്ട് പോകുമ്പം വരുമ്പോ അവരോട് അങ്ങ് ഒലിപ്പീര്. എന്നിട്ട് അത് കഴിഞ്ഞ് ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോ തുടങ്ങും ആ പേരും പറഞ്ഞ്. അത് നിന്റെ മൂത്താട്ടൻ. പിന്നല്ലാതെ ഈ വീണ സൗണ്ട് അല്ലേ? ഇപ്പൊ വീണ സൗണ്ട് അല്ലേ കേട്ടത്? അല്ലേ? ഞാൻ ചന്ദന ഇട്ടില്ല. ഞാൻ ചന്ദന ഇട്ടില്ല. അവിടെ ഇരിക്കണം. വിളിച്ചു നോക്ക്. ചെറുക്കനെ പിടിച്ചെനിക്ക് വരുന്നില്ല. എന്തോന്നൊക്കെ കാണിക്കണമ്മ, മര്യാദക്ക് അവിടെ കിടന്നാ പോരെ. ആ സുധീഷിനെ കളിച്ചോളൂ. ഓ മക്കളെ അച്ഛൻ അമ്മ വിളിക്കണം പറ. ഓ ഇവിടെ വാസുദീഷ്ണ അവരെപ്പോഴേ വിളിക്കണേ. ചോദിച്ചേ പറ മോന്റെ പറ, പരാതികളൊക്കെ പറ. മരത്തിനുള്ള കുരു വീഴുന്നത് എന്നിട്ട് എത്ര പ്രാവശ്യം ഈ മരത്തിലുള്ളതായി വീണേന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. ചാരെറിഞ്ഞു നിങ്ങൾ എത്ര മുറിയാണ് 2 ദിവസം കൊണ്ടുള്ള മരത്തിൽ നിന്ന് വരുന്ന ഈ ചക്കയുടെ അയനിച്ചക്കയുണ്ട്. ആ അയനിച്ചക്കയാണ് വീഴുന്നത്. ഈ അയനിച്ചക്ക ഭവാലി വന്നിരുന്നിട്ട് അത്രയും വന്ന് വീഴണേന് ഇനി അത് ആൾക്കാർ എറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി എന്തിന് രാത്രി കിടന്ന് സംസാരിക്കണേ? എന്തിന്? മിനിഞ്ഞാന്ന് രാത്രി കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോണ്ട് ഇവിടെ എണീറ്റിരുന്ന് ആ 2 കാലിന് തകർക്കണ്. ആരെറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ എനിക്കറിഞ്ഞൂടാ. കട്ടിൽ കയറി കിടന്നത്. എന്തൊരു കാണിക്കും? ഞാൻ കട്ടേരി കിടക്കില്ല. നിന്റെ ആര് ചോദിച്ചാൽ അവരെവിടെയെങ്കിലും കിടക്കട്ടെ, പറഞ്ഞു തിരുത്താൻ നിൽക്കല്ലേ. 100 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ അവള് നീ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ചുമ്മാ ഈ ആൾക്കാര് ഒന്നും പറയരുത് കേട്ടാ. അറിഞ്ഞൂടാ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പറയണത്? നിങ്ങൾ വീണ്ടും തുടങ്ങിയ പിന്നെ എനിക്ക് ചക്ക ഗോപാല് കഴിക്കുമ്പോ താഴെ വീഴും. അത് പഴുത്ത് നിൽക്കുമ്പോഴത്തേക്ക് അതിന് ഞെട്ടിരുത്ത് വീഴുന്നത്. വീഴുന്നതാണ് ടപ്പ് ടപ്പെന്ന് സൗണ്ട് വരുന്നത്. അത് നേരം വിളിക്കുമ്പോൾ തന്നെ ഇവിടെ എത്രയും ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടില്ല. നമ്മൾ എന്റെ വീടിന്റെ സൈഡിലും അത്രയും അണിച്ചൊക്കെ കിടക്കുന്നുണ്ട്. ആ സാധനം ഒരു മഞ്ഞ കളറിലൊരു സാധനം ഇവിടെ അത്രയും കുഴിഞ്ഞ് നടക്കില്ലേ? ആ സാധനമാണ് നമ്മൾ ഷീറ്റിന്റെ പുറത്ത് ഇടുമ്പെന്ന് പറഞ്ഞു ചെയ്യുന്നത്. അത് എന്റെ വീടിന്റെ കൊണ്ട് ആ സൈഡ് അത്രയും അതല്ലേ? നിങ്ങൾ കണ്ടില്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ? ആരെ ഒന്നും പറയല്ല, എന്തിന് ചുമ്മാ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ കുറെ നേരം വെള്ളം വെക്കുന്നു കേട്ടോ. എന്തോന്ന് പഴുത്ത് നിൽക്കണം കണ്ടുപിടിച്ച് ഒന്ന് ചെറുതും നാളെ പറിക്കാം. നാളെ പറിക്കാം. നിങ്ങൾ പോയി കിടക്ക്. അമ്മ ഇതേ ആരും കല്ലൊന്നും എറിയണതല്ല. നിങ്ങളോട് ഇത് എത്ര കൊല്ലം കൊണ്ട് പറയണ കല്ലെറിയണതല്ല, കമ്പെറിയണതല്ല, അയനിച്ചക്ക വന്ന് വീഴണത്. നിങ്ങൾ എന്ത് ആൾക്കാരോടൊക്കെ വഴക്കുണ്ടാക്കണ? ഉമ്മ കിടന്ന ആൾക്കാർ ഓരോന്ന് പറയല്ലേ കേട്ടാ. ആരും ഒന്നും പറയരുത്.
നമ്മൾ ഇത്രയും നന്നായിട്ട് ഫോട്ടോ ഒക്കെ പിടിച്ച് എല്ലാരെ കൊണ്ട് നല്ല ഇതൊക്കെ പറയിപ്പിച്ച് നല്ല ഇതായിട്ട് പോയിട്ട് പിന്നെ വീണ്ടും കിടന്ന് ബഹളം വെച്ചാൽ ഈ കേൾക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കില്ല? ശോഭനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ശോഭന പഴയ ശോഭന എന്നെ നല്ലേ പറയുള്ളൂ. എന്നെയും കൂടെ പറയിപ്പിക്കണം എന്തിനാണ്? ഇപ്പൊ മരുന്ന് കഴിച്ചിട്ട് കിടക്കാമെന്ന് ആ എപ്പോ ഇത് നിങ്ങൾ 7 മണിക്ക് കിടക്കാൻ വന്നല്ലേ അമ്മ? ആണാ? ഞാൻ ഈ കട്ടിയിൽ കിടക്കൂല. അമ്മ കട്ടിൽ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ 7 മണിക്ക് കിടക്കാൻ വന്നതല്ലേ? മണി 9 ആയില്ലേ? സൗണ്ടിയാക്കി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അലച്ചോണ്ടിരുന്ന തൊണ്ട വേനിക്കൂലേ? തൊണ്ട ഈ കല്ലു ഇറക്കി എറിയുന്നു. ഞാൻ ഇന്നലെ എന്തിനാ നിങ്ങൾ ഈ വെളുപ്പിന് എണീറ്റിരുന്ന് അലച്ചത് 2:15? ഈ കല്ലറി വീഴാനിട്ട് പിന്നെ എന്തൊരു പറയാത്. അത് ഈ വെളുപ്പാങ്കാലത്ത് ഉറക്കം എണിച്ചിരുന്ന് നിങ്ങൾ ഇങ്ങനെ അലച്ചാലേ നിങ്ങളെ ഉറക്കം പോകുമ്പോ വീണ്ടും നിങ്ങൾക്ക് പഴയ അവസ്ഥയിലോട്ട് പോവില്ലേ ചെയ്യണ? ഇതെന്ത് ഉറങ്ങാൻ വന്ന് കിടന്നാ ഉറങ്ങണം, അല്ലാതെ കല്ലിന്റെയും കടച്ചാണ്ടിന്റെ സൗണ്ടും പറഞ്ഞിട്ട് ഈ വെളുപ്പാങ്കാലത്ത് ഈ 2 മണി കിട്ടുന്നല്ല 2 മണി 2:15 2:12 എണീറ്റ് വന്ന് നോക്കിയപ്പോണ്ട് അലച്ചോണ്ടിരുന്ന് തകർക്കണ്. ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാ? കിടക്കി ഞാൻ പോട്ട്. ഞാൻ എവിടെ പോയെന്ന് ചോദിക്കാത്തത്? എവിടെ പോണ? ഞാൻ അമ്പലത്തിൽ പോയത്. ശരിയാണ്, ഞാൻ ചന്ദനം ഇട്ടില്ല, ബാക്കി എല്ലാരും ചന്ദനം ഇട്ട്. ഒരു തുപ്പന ചന്ദനം എനിക്ക് കിട്ടിയെന്നില്ലല്ലോ മനുഷ്യ നിങ്ങള്. ഞാൻ മറന്നുപോയി. ചെരുപ്പിട്ട് പരമ്പി ചവിട്ടല്. ഇപ്പൊ അവരുടെ സ്വഭാവം മാറും, അവരുടെ തരയും ചെയ്യും. അങ്ങോട്ട് ഇറങ്ങി പോയാണ്. അതുപോലെ വീടിനകത്ത് ചെരുപ്പിട്ട് കയറണം എന്തിനു കുഞ്ഞാ? പോയി അങ്ങോട്ട് ചെരുപ്പ് ഊരിട്ടെ. ചുമ്മാ ചെരുപ്പ് ഊരിയിടാ കുഞ്ഞാ. ആ പോയി ഊരിയിട്. ഇല്ല ഫാൻ ഇടൂല. എടാ അവര് ഇത് എന്തിനു ശരിയാക്ക? ഇത് സാധാ ഫാനിന്റെ സൗണ്ട് അല്ലേടാ കിഴങ്ങാ? ഇതിൽ എന്തിനു ശരിയാക്കാൻ? നമ്മൾ എത്ര കൊല്ലം കൊണ്ട് അവരോട് പറയണത് ഇത് ഫാനാണ്, അത് വീഴൂല വീഴൂല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവര് കേൾക്കണുണ്ടാ? അത് തന്നെ കണ്ടാ, ഫാൻ ഇടുമ്പോ കിടന്ന് കുലുങ്ങുന്നു. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. കിടക്കി കിടന്നിട്ടേ ഞാൻ പോണോളൂ. ബാത്റൂമിലൊക്കെ പോയാ? ഈ 2 മണിക്കൂർ കൊണ്ട് ഇത് തന്നെയായിരുന്നു ഇവിടെ ജോലിയല്ലേ? അമ്മ ഇങ്ങനെയല്ലേ കിടക്കണത്? അപ്പൊ പിന്നെ അമ്മ കിടക്കണേൽ അവന് സങ്കടം ഇല്ല. അമ്മ ഇതുപോലെ തറയിലല്ലേ ഇടാ കിടക്കണ? അത് അച്ഛാമ്മ അങ്ങനെ തന്നെയല്ല സ്വഭാവം, നിനക്ക് അറിഞ്ഞൂടെ? ഈ കട്ടിൽ കയറി കിടക്കാത്തത്, കട്ടില് മുഴുവൻ മണ്ണും പൊടി. ഇത് നോക്കിയിട്ട് പകല് കയറി കിടക്കണ പൊടിപാടാണ്. മണ്ണ്. ഈ മണ്ണ് എവിടുന്ന് വന്നത്? ആരും വാരിക്കൊണ്ടിട്ടല്ലല്ലോ നിങ്ങളെ കാലിൽ. എടാ മിണ്ടാതിരി മക്കളെ. ഈ മണ്ണ് ഈ കട്ടിലോട്ട് നോക്കിട്ട് പറ. അവള് ഇല്ല വിരിക്കാൻ ഷീറ്റൊന്നും വേണ്ടേ? ആ അലമാരിക്കകത്ത് എത്ര ഷീറ്റ് ഇരിക്കണമ്മ? അതെന്ത്? ചറവി പോണെന്ന് പറഞ്ഞാൽ മര്യാദക്ക് വിരിച്ചാ ചറവൂല. അതുപോലെ വേറെ പുതപ്പുണ്ടല്ലോ, ഈ പുതപ്പ് എന്തിനെടുത്ത് മൂടണ? ആ പുതപ്പിടമ്മ. ഞെടാ ആ പുതപ്പെടുത്തിയാലേ ഇത് ഞെട്. അമ്മ എനിക്ക് പേടിയോണ്ട് തുടങ്ങി. സുഖമെന്ന് പറഞ്ഞത് കീറിയിടാ. ഞാൻ എടുത്ത് മാറ്റിയ ഷീറ്റായിരുന്നു. പായല് വിരിച്ചിടക്കാൻ ഷീറ്റ് വേണോ? അതിന് ഷീറ്റ് എടുത്ത് വിരിച്ചു തരട്ടാ. സ്വഭാവമൊക്കെ മാറിയില്ല. തുടരെ ആൾക്കാർ വന്നിട്ട് പോയതിന്റെ കുഴപ്പമാണ്. മിനിഞ്ഞാന്ന് മാമി വന്ന്, ഇന്നലെ അയച്ചേട്ടൻ വന്ന്, എല്ലാരും വന്നപ്പോഴത്തേക്കും പോയി, കയ്യിന്ന് പോയി. ഇപ്പം ഭയങ്കര അഹങ്കാരമായി. അഹങ്കാരിക്ക് കണ്ണ് പൊരുപരാ അടഞ്ഞടഞ്ഞു പോണ്, എന്നാലും ഉറങ്ങൂല. കണ്ണിങ്ങനെ മറ്റേ മീശമാധവല്ല് ഇങ്ങനെ മറ്റേ ഇതിട്ട് ഈർക്കിലിട്ട് ഒരു തെച്ച പോലെ കണ്ണിനെ ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നു. കണ്ണ് അടഞ്ഞടഞ്ഞു പോണ്, ഉറങ്ങൂല. എത്ര ദിവസത്തെ ഉറക്കം കിടക്കും? 2-3 ദിവസം കൊണ്ട് ഇതല്ലേ ജോലി. രാത്രി ഉണർന്നിരിക്കുക,
അയലൊക്കത്തുള്ളവരെ മുഴുവൻ വിളിക്കുക. ഓ പോണേ. തൊണ്ട വേദനിക്കൂലേ അമ്മ? ആ, തൊണ്ട വേദനിക്കൂലേ എന്തെന്നെ? ഇങ്ങനെ ഇരുന്ന് അലയ്ക്കുമ്പം? പോണേ. 7 മണിക്ക് അലയ്ക്കാൻ തുടങ്ങിയത്, മണിതാ 9 ആയി. 9 മണിയായിട്ട് അലപ്പിൽ ഒരു കുറവും വന്നില്ല. ഇന്നലെ 2 മണി തൊട്ട് എനിക്കൊന്ന് 3-3:15 വരെ അലച്ചു. ഇന്നലെ ഞാൻ മൊത്തം വെളിയിലായിരുന്നു. എണീച്ച് വന്ന് ഞാന് മിക്കിയുടെ കൂടിന്റെ അടുത്ത് നിന്ന് മിക്കിയെ തുറന്നു വിട്ട്, മിക്കി ടോയ്ലറ്റിൽ പോയിട്ട് വരാൻ താമസിച്ചല്ല. അപ്പൊ ഞാനെങ്കിൽ തൂങ്ങി നിക്കണ്. അപ്പോഴുണ്ട് എണീറ്റ് വന്ന്, പെണ്ണേ കാക്ക വിളിച്ചു, പെണ്ണേ കാക്ക വിളിച്ചെന്ന്. അമ്മ ഈ കാക്കയെന്ന് പറഞ്ഞ ഈ മരത്തിൽ കാക്ക ഇരിക്കുകയാണ്. ഈ മരത്തിലിരിക്കണ കാക്കയാണ് വിളിക്കണ. ഇതിൽ കുറെ കൂടുണ്ട്. ഈ കൂട്ടിലിരുന്നാണ് കാക്ക വിളിക്കണ, അല്ലാണ്ട് നേരം വെളുത്തോണ്ടല്ല കാക്ക വിളിക്കണ. 3:15 കാക്ക വിളിക്കണെന്നും പറഞ്ഞു പയർ പോലെ ഓടി. അതോ എണീറ്റ് ഇങ്ങനെ അങ്ങ് വരയണം, മറ്റേ കാറ്റ് പോലെ. നമ്മള് പിടിച്ചാലൊന്നും നിക്കണില്ല, ബോധമില്ല, കൊക്കണമില്ല, ഉറക്കത്തിൽ. ഇങ്ങോട്ടൊരു വീഡിയോ ഉണ്ട്, ഡാൻസ് കളിക്കണ ഇങ്ങോട്ട്. നല്ല പരുവത്തിൽ തന്നെ നിക്കണം. ഇപ്പൊ ചാടി എണീക്ക് ഒരൊറ്റ ആട്ട്. ഫോട്ടോ എടുക്കാനാ? ഈ പാരാത്രിയാ? പകലൊന്നും ഫോട്ടോ എടുക്കാൻ നേരം കിട്ടിയില്ല. ഇപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ ബോധം കിട്ടിയത്. ഞാൻ ഫാൻ ഇടട്ടമ്മ. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം. എന്തൊരു ചൂട്. ഇല്ല, ഈ ഇളവി വീഴൂല. ഇളവി വീണാൽ എന്റെ തലയിലേ വീഴുള്ളൂ, ഇവിടെ വീഴുള്ളൂ. പോരെ പോരെ, ആ ഉറപ്പ് പോരെ. മൈക്കുണ്ടോ? പെട്ടെന്ന് വെപ്രാളത്തിൽ വന്നപ്പോ മൈക്ക് വെച്ചോന്നൊരു സംശയം. എന്നാണ് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയ. മൈക്കുണ്ടോ? അമ്മോ ശരി എന്നെ സുധീഷ്ണ, എന്തെങ്കിലും സൗണ്ട് കേൾക്കണില്ല. ആ കൊച്ചങ്ങ വീണത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവരെയും കുറ്റം പറയാൻ പറ്റൂല. ഇങ്ങനെ ഷീറ്റിന്റെ പുറത്ത് വീണ ആരായാലും കല്ലെടുത്തിടണമെന്നല്ലേ വിചാരിക്കുള്ളൂ. അമ്മ നിങ്ങളെ ഈ ഷീറ്റ് വിരിച്ച് കിടമ്മ, ഈ പാമാത്തം വിരിച്ച് കിടന്ന അതൊരു ഇതല്ലേ അമ്മ, തണുപ്പ്. ഈ പണ്ടത്തെ ശീലങ്ങൾ ഇനി മാറ്റിക്കൂടെ അമ്മ? പണ്ടത്തെ ശീലങ്ങൾ ഇനി മാറ്റിക്കൂടെ? ഇത് എന്ന് മാറ്റാൻ നിക്കണ? വയസ്സ് 90 നിങ്ങൾക്ക് എത്ര വയസ്സായമ്മ? നിങ്ങൾക്ക് എത്ര വയസ്സായി? 70 വയസ്സായി, അതറിയാമോ? 70 വയസ്സായി. 70 വയസ്സായെന്ന്. കളവിയായി, മുത്തശ്ശിയായി. ഉള്ളത് 70 തന്നെ. എന്താ 70 ആയില്ല, 60 ആയോളൂ. ഉറക്കം പറഞ്ഞ നമ്മള് പോട്ടാ? മിണ്ടാതെ ഉറങ്ങോ? ആ ഫാൻ അണയ്ക്കാ, ഫാൻ ഞാൻ പോകുമ്പോ അണയ്ക്കാ. മിണ്ടാതെ ഉറങ്ങോ? അങ്ങ് അണക്കടാ, അണച്ചോ. അമ്മ അത് ചൂടല്ലേ, കിടക്കട്ടമ്മ. പിന്നെ അണച്ചിര മക്കളെ, അണച്ചിര. നീ അവസാനം വേണ്ട നീ പോയാണ്. അവസാനം നമ്മൾ ഇറങ്ങുമ്പോ ഫാനിന്റെ പേരെല്ലാരും കറുത്ത് നമ്മൾ കേൾക്കണം. അവള് വന്ന് ഫാനിട്ടിട്ട് പോയി. അവളോട് നമ്മള് പറഞ്ഞിട്ട് കേട്ടില്ല. അവള് അല്ലേന്ന് ആ പട്ടി ഉരച്ചു. ഞാൻ പോട്ടാ? ഞാൻ എന്നും 5 മണിക്കല്ലേ ശോഭന എഴുന്നേൽക്കുന്നത്? ആണോ? ഞാൻ പോണ്, എനിക്ക് ജോലിയുണ്ട്. വേർത്തൊഴുകണു, പോണു. അമ്മോ വല്ലാത്തൊരു ശരീരം തന്നെ കേട്ടാ ശോഭന. നിങ്ങളെ ഈ ചൂടത്ത് ഇടാം. ഫാൻ ഇടട്ടാ, ചൂടല്ലേ, കുറച്ചു കഴിയുമ്പോ ഓഫ് ചെയ്താ. അവരുടെ ഒരു അവരുടെ ഉത്തേജക മനസ്സിൽ അത് തലയിൽ കൂടെ വീഴുമെന്ന് അമ്മ ഇൻക്ലൂഡഡ് ആയിപ്പോയി. അത് തിരുത്താൻ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. നമ്മളിങ്ങനെ ഇങ്ങനെ തുടച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പതുക്കെ ഇറങ്ങി അങ്ങ് പോവാ. അപ്പൊ ഞാൻ പോണേ. മിണ്ടാടുന്ന് ഉറങ്ങോ? പപ്പയ്ക്ക് നാളെ അടക്കാം. ഇനിയിപ്പൊ പാരാത്തിന് അടക്കണില്ല. നാളെ വവ്വാല് നമുക്ക് മിച്ചം തരുന്നുണ്ടെങ്കിൽ നാളെ പറിച്ച് തിന്നാം. പോരെ? ഓ പോട്ടാ, ഞാൻ പോട്ടാ. മിണ്ടാതെ കിടന്നുറങ്ങോ? മിണ്ടാതെ കിടന്ന് ഉറങ്ങോ? എന്തര് ടാറ്റോട് കൊച്ചിന്? ടാറ്റോട്. കൊടുത്തു.
ഞാൻ പോണു. നെയ് തറയെന്നിറങ്ങിയ കട്ടില്ലെങ്കിലും കേറി കിടക്കുന്നേ. ഓ ഇതിനകത്തിരുത്താൻ എന്നെ കൊണ്ട് പറ്റൂലേ അപ്പ. ഞാൻ ലൈറ്റ് ആണെങ്കില് പോട്ടാ. കട്ടില്ലെങ്കിലും കേറി കിടക്കുന്നേ. ഞാൻ പോണു. എന്തൊരു പാടം അടിക്കും. മിണ്ടാതെ കിടന്ന് ഉറങ്ങണേ. അലക്കല്ലേ ഇനി. ഉറക്കം പോയാൽ നിങ്ങൾക്ക് രാവിലെ ബുദ്ധിമുട്ടാവും കേട്ടാ. ആ ഇപ്പൊ തന്നെ ഉറങ്ങും. ഇപ്പൊ തന്നെ ഉറങ്ങും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് നോക്കി അടുത്ത അക്ഷരീതി കേൾക്കാം. അടുത്ത് എനിക്കും കൂടെ ചേർത്തായിരിക്കും. അവള് പറഞ്ഞ കൊച്ചങ്ങയല്ല, അവള് ഒരു അയണിച്ചക്കര കുരുവാണെന്ന്. അവരെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ അതായിരിക്കും പറയണ. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ പറയണ കൊച്ചങ്ങര കുരുവെന്ന്. എനിക്കറിയാം കല്ലാണെന്ന്. ഇങ്ങനെ എന്നും പറയണ. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് ഇപ്പൊ തരും എനിക്ക്. പിന്നെ നമ്മള് ജബ 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 പോടേ.